228ഓളം പേര് അല്ലെ ആ ഒരു സംഘടന വിട്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോ അതൊരു വലിയ സംഖ്യയാണ്, അല്ലെങ്കിൽ വലിയൊരു റേഷ്യോ ആണ്. അപ്പൊ എങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ ഉത്തരം സിമ്പിളാണ്. അഥവാ ആ പാർട്ടിയിൽ എങ്ങനെ മനുഷ്യർക്ക് നിൽക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് അതിന്റെ ഉത്തരം. ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും അവിടുത്തെ ജനങ്ങളോട് നിരന്തരം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഞങ്ങളെ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം ചെയ്തു തരും അല്ലെ, LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് നിരന്തരം പറ്റിക്കാൻ തുടങ്ങിയപ്പോ ഇന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുകയാണ്, ഇവരുടെ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ സത്യസന്ധതയെ, ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ കൂടെ ബാധിക്കുമെന്നുള്ള തിരിച്ചറിവിൽ അവരുടെ സംഘടനയിൽ നിന്നും ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോ 2026 ആകുമ്പോഴേക്കും ഉറപ്പായിട്ടും ആ ഒരു അനുപാതം എന്ന് പറയുന്നത് എത്രയോ കൂടാൻ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കൊഴിഞ്ഞു പോക്കില്ലാതിരിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് PM ശ്രീ എന്ന് പറയുന്ന അവർ തന്നെ ഒരു കാലത്ത് ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുകയും അത് ഫാസിസ്റ്റ് അജണ്ടയാണെന്ന് ഘോരഘോരമായിട്ട് പ്രസംഗിക്കുകയും ഫേസ്ബുക്കുകളിൽ കുറിപ്പിടുകയും ചെയ്തിട്ട് ഇപ്പോ ഇരുട്ടിന്റെ മറവിൽ അവർ തന്നെ അതിനു വേണ്ടിയിട്ട് ഒപ്പുവെച്ചു കൊടുത്തിട്ടുള്ള ഏറ്റവും ഇരുണ്ടൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തില് നമ്മളെപ്പോലെയുള്ള UDF അംഗങ്ങളെക്കാളേറെ അതിൽ വേദനിക്കുന്നുണ്ടാവും. സത്യസന്ധതയുള്ള അവരുടെ പാർട്ടിയെ വിശ്വസിച്ച് അത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൽ മെമ്പർഷിപ്പ് എടുത്ത മനുഷ്യര്, അങ്ങനെയല്ലേ? ഒരുപക്ഷെ അവരുടെ പാർട്ടി എന്തൊക്കെയോ ഇവിടുത്തെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിച്ച് ആ പാർട്ടിയെ കുറിച്ച് കൂടുതൽ പഠിക്കാതെ, ചരിത്രം പഠിക്കാതെ, അവരുടെ വാചക കസർത്തുകൾ മാത്രം കേട്ട് മെമ്പർഷിപ്പ് എടുത്ത മനുഷ്യർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനങ്ങൾ കണ്ട് പിന്നെയും അവിടെ നിൽക്കുക? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. അത് മാത്രമല്ല, അവരെ LDF വരും, എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞപ്പോ ഈ പാവപ്പെട്ട ആളുകള് ഓരോ വാർഡിലും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന, പ്രയത്നിക്കുന്ന കുറെ മനുഷ്യന്മാര് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിച്ചിട്ട് ഇപ്പൊ അവർക്കൊന്ന് പുറത്തിറങ്ങി തല ഉയർത്തി നടക്കാൻ പോലും കഴിയാത്ത ഗതികേടിലേക്കല്ലേ പിണറായി വിജയനും സംഘവും കൊണ്ടുപോയത്? ഇനി എങ്ങനെയാണ് വോട്ട് ചോദിച്ച മനുഷ്യരുടെ അടുത്തേക്ക് വീണ്ടും അവർ കടന്നു ചെല്ലുക? എങ്ങനെയാണ് ആ വീടുകളിലുള്ള മനുഷ്യരോട് ഇവർ സമാധാനം പറയുക? ആ വോട്ട് കൊടുത്ത് ഒരു നല്ല ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ച മനുഷ്യരോട് എന്ത് മറുപടിയാണ് ഈ പാവങ്ങൾ കൊടുക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ സംഘടനയെ വിശ്വസിച്ച് അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാതെ മെമ്പർഷിപ്പ് എടുത്ത ഓരോ മനുഷ്യരും ഇന്നിങ്ങനെ നിലയില്ലാത്ത കായലിൽ മുങ്ങിത്തപ്പുന്ന അവസ്ഥയാണ്. ഇത് മാത്രമാണോ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവർ ശരിയാക്കിയത്? എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇവിടെ ബഹുമാന്യനായിട്ടുള്ള നമ്മളൊക്കെ ഏറെ സ്നേഹത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച് ഈ ലോകത്തിൽ നിന്നും മൺപറഞ്ഞു പോയിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാർ ആ അധികാര കസേരയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ 29 5 സ്റ്റാർ ബാറുകളാണ് ഉണ്ടായത്. ഇപ്പൊ അവരെല്ലാം ശരിയാക്കി. ശരിയാണ്, ഇപ്പം 847 ബാറുകളാക്കി അത് ഉയർത്തി. എത്രയോ വീടുകളിലെ സമാധാനം അതുവഴി ഇല്ലാതാക്കി. എത്രയോ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തി. എത്രയോ വീട്ടിലെ ഭാര്യമാരുടെ കണ്ണീരിങ്ങനെ ഒഴുക്കുന്ന അവസ്ഥയിലേക്ക് ഇത്തരം ബാറുകളുടെ തുറക്കലുകള്, ഇത്തരം ബാറുകളുടെ വർധനവ് കാരണമായി. അവർ കാര്യമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള സഹായം അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെയുണ്ട് എന്താണെന്നറിയോ, നമുക്ക് കുറച്ച് റാങ്കൊക്കെ അവർ വാങ്ങി തന്നു. അപ്പൊ എന്തിനാണ് റാങ്ക്? കുറച്ച് സ്ഥാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 1ാം സ്ഥാനം UPക്കുണ്ട്. ആരുടെയാണ്? യോഗിയുടെ അല്ലേ? യോഗിയുടെ UPക്ക് 1ാം സ്ഥാനമുണ്ട്. അപ്പൊ 2ാം സ്ഥാനം ഏതെങ്കിലും ഒരു ക്രിമിനലിന്റെ സംസ്ഥാനത്തിനാവും. അത് ആ 2ാം സ്ഥാനം ഞാനും നിങ്ങളും ജീവിക്കുന്ന കേരളത്തിലാണ്. ആ കേരളത്തിനെ ഇത്രയും മോശപ്പെട്ട തരത്തിലേക്ക് ഏറ്റവും ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റിയതില് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റാർക്കാണ് പങ്കുള്ളത്? ഇനി ഈ പറയുന്ന പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് നമുക്ക് നോക്കാം. അതിന്റെ കണക്ക് പ്രകാരം എന്താ പറയുന്നത് എന്നറിയോ? ഈ കേരളത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ നമുക്കറിയാം, EMS മുതൽ ഇങ്ങോട്ട്
ഈ പറയുന്ന പിണറായി വിജയന് 22ാമത്തെ മുഖ്യമന്ത്രിയാണ് അല്ലെ. 22ാമത്തെയും 21ാമത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇത്രയും കാലത്തെ ഭരണം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നേരെ അതിക്രമം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2024 ആര് ഭരിക്കുന്ന കാലാണ്? പിണറായി വിജയൻ ഭരിക്കുന്ന കാലാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് നേരെ ബലാത്സംഗം നടന്ന വർഷം ഏതാണ്? ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട കാലം ഏതാണ്? അതും പിണറായി വിജയൻ ഭരിക്കുന്ന 2024 ഏറ്റവും കൂടുതൽ വഞ്ചന കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കാലവും 2024 ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെ, എന്തിനധികം കൊലക്കേസുകൾ, കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 2024 പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന വർഷമാണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുള്ള കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പിണറായിയുടെ കാലമാണ്. ഇങ്ങനെ ഒരു തരത്തിലും ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, നമ്മൾ എങ്ങനെയാവരുത് കേരളം എന്ന് ആഗ്രഹിച്ചോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ സ്വപ്നം കണ്ടത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലേക്ക് ഏറ്റവും മനോഹരമായ ദൈവത്തിന്റെ സ്വന്തം നാടി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തെ മാറ്റിയതിൽ ഈ മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റാർക്കാണ് പങ്കുള്ളത്? നമ്മളെന്നോ പറയുന്നുണ്ട് ഈ മുഖ്യമന്ത്രി സ്വച്ഛാധിപതിയാണ്, ഏകാധിപതിയാണ്, വോട്ട് ചെയ്യരുത് എന്ന് നമ്മളെല്ലാ കാലത്തും പറയുന്നുണ്ട്. CPM-ൽ ജനാധിപത്യമില്ലാന്ന്. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് BJP, RSS എന്ന് നമ്മൾ പറയുമ്പോൾ അതുപോലെയുള്ള മറ്റൊരു വിഭാഗമാണ് കേരളത്തിൽ CPM. ഒരു സംശയവുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, PM ശ്രീയുടെ വാർത്ത വന്നപ്പോ അവർക്കിടയിൽ തന്നെ വലിയ പ്രശ്നം നടക്കുകയാണ്. അവരുടെ പാർട്ടിക്കിടയിൽ തന്നെ അത് വലിയ വിവാദത്തിലേക്കും പ്രശ്നത്തിലേക്കും വഴിതിരിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ കൂടിയാലോചനകളും ചർച്ചകളും ഉണ്ടായിട്ടില്ലെന്ന മുറുമുറുപ്പ് ആ പാർട്ടിക്കകത്തുള്ള നേതാക്കളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ പറഞ്ഞതായിരുന്നു ശരി, UDF പറഞ്ഞതായിരുന്നു ശരിയെന്ന് ഇന്ന് LDF-ലുള്ള മനുഷ്യർ പോലും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മാത്രം വിജയമാണ്. നമ്മൾ വാചകങ്ങൾ കൊണ്ട് കഥർത്ത് പറയാറില്ല. നമ്മൾ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ആരോടും വോട്ട് ചോദിക്കാറില്ല. നമ്മളെപ്പോഴും കഴിയുന്നത് മാത്രമേ പറയാറുള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന് മാത്രമേ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കാറുള്ളൂ. ആ കൊടുത്തതൊക്കെയും നമ്മൾ നിറവേറ്റാറുമുണ്ട്. നിങ്ങളൊന്ന് നോക്ക്, ഏത് മേഖലയിലാണ് ഈ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു നേട്ടം ഉണ്ടായിട്ടുള്ളത്? വിദ്യാഭ്യാസ മേഖല നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയേ. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയത് UDF-ന്റെ ഭരണകാലത്താണ്. UDF-ന്റെ ഭരണകാലത്ത് എത്രത്തോളം മാറ്റങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഈ കേരളത്തിന്റെ മണ്ണിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളാവട്ടെ, ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ കോളേജുകളാവട്ടെ, ഇങ്ങനെ വ്യത്യസ്തമായ കോഴ്സുകളാവട്ടെ എല്ലാം നടപ്പിലാക്കിയത് UDF-ന്റെ ഭരണകാലത്താണ്. ഈ 9.5 വർഷക്കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു അധിക കോളേജ് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഇല്ല. എവിടെയെങ്കിലും കുട്ടികൾക്ക് കാലത്തിനോ അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടായതായിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലാണ്, AI യുഗമാണ്. സാധ്യതകളുടെ വാതിലുകൾ ഇങ്ങനെ തുറന്ന് കിടക്കാണ്. എന്തെങ്കിലും പുതിയ കാലത്തെ കുട്ടികൾക്ക് ഒരു അപ്ഡേഷൻ കൊണ്ടുവരാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും പല ക്യാമ്പസിലും നിങ്ങൾ പോയി നോക്കിയേ, പല ഗവൺമെന്റ് കോളേജുകളിലും പോയി നോക്കിയേ, അവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പോലും കറക്റ്റ് അല്ല. ഇപ്പോഴും ആ പഴയ രീതിയിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗം. ഒരു മാറ്റം കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ LSS USS ഒക്കെ പഠിച്ച് സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികളുണ്ട് അല്ലേ? ഞാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ LSS നേടിയത് ഭയങ്കര സ്വപ്നമായിരുന്നു. ആ കാലത്ത് 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മുടെ സ്വപ്നമാണ് USS നേടുക എന്നുള്ളത്. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മുടെ സ്വപ്നമാണ് ഫുൾ A+ നേടുക എന്നുള്ളത്. അങ്ങനെ കഷ്ടപ്പെട്ട് കല്യാണത്തിന് പോവാതെ, സൽക്കാരത്തിന് പോവാതെ, കുടുംബത്തിന് ടൂറൊക്കെ മിസ്സാക്കിയിട്ട് ഇവർ ഈ LSS-നും USS-നും വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കും. എന്നിട്ടോ അവരതില് ജയിക്കുകയും ചെയ്യും. പക്ഷെ ആ സ്കോളർഷിപ്പ് തുക ഇവർക്ക് കൊടുക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാവുന്നില്ല. ഇങ്ങനെ പുതിയ കാലത്തെ കുട്ടികളോട്, പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഇത്രയും മുഖം തിരിച്ച ഒരു സർക്കാരിനെ നമുക്കിതിനു മുമ്പ് കാണാൻ സാധിക്കില്ല. മാത്രമല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ടൊക്കെ ഈ സ്കൂളുകളിലെ ഹെഡ് മാഷ് ആവാന്ന് പറയാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? കാരണം എന്താ, നല്ലൊരു പോസ്റ്റാണ്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനാധ്യാപകനാണ് ഏറ്റവും നല്ല പോസ്റ്റ്. പക്ഷെ ഇപ്പൊ പല പ്രധാനാധ്യാപകരും പറയുന്നത് ഞങ്ങൾക്ക് ആ പോസ്റ്റ് വേണ്ടാന്നാ. 2000-ലധികം അധ്യാപകരെ പോസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞ് പോയിത്രേ.
കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഇതിനിടയ്ക്ക് ഗവൺമെന്റ് വന്നിട്ട് പറഞ്ഞു ഉച്ചഭക്ഷണമൊക്കെ സ്കൂളിൽ ഒന്നും കൂടെ മെനു ഒക്കെ ഒന്ന് പരിഷ്കരിക്കുകയാണ്. മെനു പരിഷ്കരിച്ചോട്ടെ, നല്ല കാര്യമാണ്. നമ്മൾ പണ്ട് പഠിച്ചപ്പോഴുള്ള പിന്നെ ചെറുപയറും ചോറും ഒക്കെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പൊ നല്ല ലക്ഷറി ഫുഡാണ്, സമ്മതിച്ചു. പക്ഷേ അതിന്റെ അകത്തൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്നറിയോ, ഈ പല പ്രധാനാധ്യാപകർക്കും അവരുടെ കെട്ടുതാലി പോലും വിൽക്കേണ്ടി വരുന്ന ഗതികേടിലാക്കാണ് പല സ്കൂളുകളും ചെന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ആർക്കും പ്രധാനാധ്യാപകരാവണ്ട. കാരണം ഈ ഉച്ച യൂണിയനുള്ള ഫണ്ട് പോലും കൃത്യമായിട്ട് സ്കൂളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ഇവിടെ കുട്ടികളുടെ കോളേജുകളിൽ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഫലം പ്രസിദ്ധീകരിക്കുന്നില്ല, ചോദ്യപേപ്പറുകൾ ചോരുകയാണ്. ഇങ്ങനെ നിരന്തരം വിദ്യാഭ്യാസ മേഖലയിലൊക്കെയും പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന്റെ ഭരണകാലത്ത് നമുക്കറിയല്ലേ, ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ, ഏറ്റവും നല്ല പദ്ധതികൾ കൊണ്ടുവരാനൊക്കെ അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ബജറ്റില് പണം നീക്കി വെക്കുമായിരുന്നു. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനും നമ്മുടെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർക്ക് MLA മാർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോ കൃത്യമായിട്ട് അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നവരില്ല. ആരോഗ്യ മേഖല അബദ്ധാണ് അല്ലേ, ആരോഗ്യ മേഖല അബദ്ധാണ്. വിനോദിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വീട് കൈയൊടിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. ഒരു ഷെഡ് പോലത്തെ വീടാണ് ആ കുട്ടിയുടേത്. പാലക്കാട് ജില്ലയിലുള്ള കുട്ടിയാണല്ലേ. എന്നിട്ട് ആ കുട്ടി തിരിച്ചു വരുമ്പോഴേക്ക് കൈ പോലും മുറിച്ചു മാറ്റിയിട്ടാണ് ആ കുട്ടിയെ തിരിച്ചു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇത്രയും നിരുത്തരവാദിത്തപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോലും ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇവിടുത്തെ ആരോഗ്യ വകുപ്പാണ്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. എന്റെ വീടിന്റെ അടുത്തുള്ള പന്തീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഹർഷിന എന്ന് പറയുന്ന സ്ത്രീ വർഷങ്ങളോളം വയറ്റിൽ കത്രികയുമേന്തി വേദന സഹിച്ച് നീറി 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 ജീവിച്ചത്. ആ സ്ത്രീ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ മാത്രം സമ്മാനിച്ച ഒരു ഗവൺമെന്റ് ആയിട്ട് ഈ ഗവൺമെന്റ് അധപതിച്ചിരിക്കുന്ന ഒരു കാലത്ത് പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുപ്പ് വരാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം നമുക്ക് മുന്നിൽ ബാക്കിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് അല്ലെങ്കിൽ സഹോദരിമാരോട്, അമ്മമാരോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ വീടകങ്ങളിൽ നിങ്ങൾ ഇനി തൊട്ട് രാഷ്ട്രീയം സംസാരിക്കണം. നമ്മൾ ദിനേന നിങ്ങൾ പത്രം വായിക്കണം. നിങ്ങളുടെ പുതിയ തലമുറയിലെ കുട്ടികളുണ്ടാകും രാഷ്ട്രീയമൊക്കെ എന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന, അതൊന്നും ഇപ്പൊ ട്രെൻഡല്ല, അരാഷ്ട്രീയവാദമാണ് ഇപ്പൊ ട്രെൻഡ് എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും കുട്ടികൾ നിങ്ങളുടെ വീട്ടിലോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൃത്യമായി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളൊരു പക്ഷേ ലീഗാവാം, നിങ്ങളൊരു പക്ഷേ കോൺഗ്രസ് ആവാം, നിങ്ങൾ എന്ത് ചിലപ്പോ നമ്മൾ പറയില്ലേ, മുറിച്ചാല് പച്ച ഒലിക്കുന്നവരാണ്, മുറിച്ചാൽ നീലൊലിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. പുതിയ തലമുറയിൽപ്പെട്ട കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പുതിയ കാലത്തെ നിങ്ങളുടെ കുട്ടികള് അവർ ഏത് പാർട്ടിയുടെ കൊടിയാണ് പിടിക്കുന്നത്, അവർ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, അവർക്ക് ചരിത്ര ബോധ്യമുണ്ടോ, അവർ കൃത്യമായി പഠിച്ചിട്ടുണ്ടോ, ഈ കഴിഞ്ഞ വർഷങ്ങളെ കുറിച്ച് അവരെ അവലോകനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അത് തിരുത്തേണ്ടതും, തെറ്റുണ്ടെങ്കിൽ അവർക്ക് തിരുത്തി കൊടുക്കേണ്ടതുമായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ നിങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് പറഞ്ഞാൽ അവർ കേൾക്കൂലായിരിക്കും. ഇത്തരം പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൂടെ കൊണ്ടുവരണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഈ പ്രൗഢഗംഭീരമായ പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.